നമ്മളിൽ പലരും വിചാരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരിടമാണെന്നാണ്. ലക്ഷങ്ങൾ ഒരു രാത്രി കൊണ്ട് ഇരട്ടിയാക്കാൻ പറ്റുന്ന മാജിക്. പക്ഷെ സത്യം അതല്ല. അതുകൊണ്ട് തന്നെയാണ് 90% ആളുകളും ഇവിടെ പണം കളയുന്നത്. നിങ്ങൾക്ക് ആ 90% ഒരാളാകണോ അതോ വിജയിക്കുന്ന 10% ഒരാളാകണോ? വിജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പഠിക്കുക എന്നതാണ്. ഒരു ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ നമ്മൾ വർഷങ്ങൾ ചിലവാക്കും. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം പഠിക്കാതെ പണം ഇറക്കും. അത് ആദ്യം നിർത്തണം. അനാലിസിസ് പഠിക്കുക. ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിന് പഠിക്കാതെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് ഡിസിപ്ലിൻ. നിങ്ങളുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പേടിക്കാതെ, മുകളിലേക്ക് പോകുമ്പോൾ അത്യാഗ്രഹം കാണിക്കാതെ ഇരിക്കാൻ പഠിക്കണം. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ചെറുതായി തുടങ്ങുക. ചെറിയ തുക കൊണ്ട് ആരംഭിച്ച് അനുഭവം നേടുക. ഇനി പണം കളയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ടിപ്പുകൾ ഒഴിവാക്കുക. വാട്സാപ്പിലോ ടെലഗ്രാമിലോ വരുന്ന ജാക്ക്പോട്ട് ടിപ്പുകൾക്ക് പിന്നാലെ പോകരുത്. അവർക്ക് പണം കിട്ടും, നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവൂ. കടം വാങ്ങരുത്. ലോൺ എടുത്തോ സ്വർണം പണയം വെച്ചോ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർക്കും. റിവെഞ്ച് ട്രേഡിംഗ് ഒരിക്കലും ചെയ്യരുത്. ഒരു നഷ്ടം വന്നാൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വാശിയോടെ വീണ്ടും ട്രേഡ് ചെയ്യരുത്. അത് വലിയ നഷ്ടങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ. ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഓട്ടമത്സരമല്ല, ഇതൊരു മാരത്തോൺ ആണ്. ഇവിടെ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് വിജയി. കൃത്യമായ അറിവും ക്ഷമയും ഉണ്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം. കൂടുതൽ വിവരങ്ങൾക്കായി എന്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.